നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ചൂഷണങ്ങൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് പി കെ ശ്രീമതി. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തണം, നിർഭയത്തോടെ ജോലി ചെയ്യാനുള്ള അവകാശത്തിനായി പോരാടണമെന്നും പി കെ ശ്രീമതി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണം ആവശ്യവുമായി അധ്യാപക പരിഷത്തിന്റെ നേതൃത്വത്തിൽ DDE ഓഫീസ് മാർച്ച്. അധ്യാപകരുടെ കവർന്നെടുത്ത അവകാശങ്ങൾ തിരിച്ചു നൽകണമെന്നും ആവശ്യം. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് ജനവിരുദ്ധ നയങ്ങൾ, പ്രതിഷേധവുമായി അൺഓർഗനൈസ്ഡ് വർക്ക്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി. രൂക്ഷമായ വിലക്കയറ്റത്തിൽ സർക്കാർ ഇടപെടുന്നില്ലെന്നും വിമർശനം. വാർത്തകൾ വിശദമായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BSNL DOT പെൻഷനേഴ്സ് അസോസിയേഷൻ മഹിളാ കമ്മിറ്റി കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് പി കെ ശ്രീമതി ഉദ്ഘാടനം ചെയ്തു. ആ നിലപാട് ആ സ്ത്രീക്ക് മനസ്സിലാവും. അത് ആ സ്ത്രീ ഇഷ്ടപ്പെടാത്ത ഒരു നിലപാടാണ്. അപ്പൊ ഇങ്ങനെ പലതരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത 60% വരുന്ന കേസുകളുണ്ട്. ഇനി റിപ്പോർട്ട് ചെയ്താൽ പോലും ചിലപ്പോ അത് കേസായിട്ടൊന്നും വരാറില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഈ വർക്ക് പ്ലേസിൽ എല്ലാ മേഖലയിലും ഇന്ത്യക്കകത്ത് ഒരു നിയമം ഉണ്ടായി. ആ നിയമം എന്ന് പറയുന്നത് എല്ലാ തൊഴിലെടുക്കുന്ന മേഖലകളിലും ഒരു ഇന്റേണൽ കമ്മിറ്റി ഉണ്ടാവണം. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന വൈഷമ്യങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് പി കെ ശ്രീമതി ടീച്ചർ. തൊഴിലിടങ്ങളിൽ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക, കൽക്കത്ത RG കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് BSNL DOT പെൻഷനേഴ്സ് അസോസിയേഷൻ മഹിളാ കമ്മിറ്റി ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പി കെ ശ്രീമതി. PM ഏലിയാമ്മ അധ്യക്ഷത വഹിച്ചു. K ശാന്തകുമാർ, CP ശോഭന, C വിജയൻ, K ശ്യാമള, P മനോഹരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. പറശ്ശിനി മടപ്പുരയിൽ മുത്തപ്പനെ കാണാൻ അറബി എത്തി. സയ്യിദ് മുഹമ്മദ് ആയിലല്ലാഹി അൽ നഖ്ബിയാണ് മുത്തപ്പന്റെ അനുഗ്രഹം വാങ്ങി പ്രസാദവും കഴിച്ചു മടങ്ങിയത്. കീച്ചേരിയിലെ രവീന്ദ്രന്റെ കൂടെയായിരുന്നു അറബിയുടെ സന്ദർശനം. മുണ്ടേരി ഗ്രാമപഞ്ചായത്തും കേരള സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ ലിമിറ്റഡും സംയുക്തമായി നടപ്പിലാക്കുന്ന കെപ്കോ വനിതാ മിത്രം 700 കുടുംബങ്ങൾക്ക് കോഴിയും തീറ്റയും വിതരണം മുണ്ടേരി വില്ലേജ് ഓഫീസ് പരിസരത്ത് നടന്നു. പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ജീവിതക്രമങ്ങളെ വികസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ ജീവിതക്രമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ആരോഗ്യപരമായ മുന്നേറ്റം കൂടി സുപ്രധാനമായിട്ട് പറയാം. അത് ഞാൻ പറയുന്നുള്ളൂ. കാരണം കൂടുതൽ സംസാരിക്കാൻ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്, പക്ഷേ അതിന് സമയം നിങ്ങൾക്കും നേരത്തെ കാത്തിരിക്കാൻ പോകണം. ഇന്ത്യയിൽ ഗ്രാമപഞ്ചായത്ത് ഓരോ കാര്യങ്ങളിലും മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന പഞ്ചായത്ത്. സംസ്ഥാന പൗൾട്രി വികസന കോർപ്പറേഷൻ സംയുക്തമായി നടപ്പിലാക്കുന്നതാണ് ഈ കെപ്കോ വനിതാ മിത്രം 700 കുടുംബങ്ങൾക്ക് കോഴിയും തീറ്റയും. ഇത് സ്വാഭാവികമായും വലിയൊരു സാമൂഹ്യ സഹായ പദ്ധതിയുടെ ഭാഗമാണ്. ആ സാമൂഹ്യ സഹായ പദ്ധതിയിലെ പ്രയോജനക്ഷമതയും ഗുണകരമായ കാര്യങ്ങളും വേണ്ട നിലയിൽ ഭദ്രമായി നിർവഹിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും മാതൃകയായി പ്രവർത്തിക്കാൻ കഴിയുന്ന പഞ്ചായത്തിന് ഈ കെപ്കോ വനിതാ മിത്രം പരിപാടി ഏറ്റവും നല്ല നിലയിൽ വിജയിപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുക മാത്രമല്ല, അത് വിജയിപ്പിക്കാൻ കഴിയണമെന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A അനിഷ അധ്യക്ഷത വഹിച്ചു. CDS ചെയർപേഴ്സൺ K ഷമ്മി സ്വാഗതം പറഞ്ഞു. കേരളത്തിലെ കോഴി വളർത്തൽ മേഖലയുടെ സമഗ്ര വികസനത്തിലൂടെ കോഴിമുട്ട, കോഴിയിറച്ചി എന്നിവയുടെ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. KSPDC MD ശെൽവകുമാർ റിപ്പോർട്ട് അവതരണം നടത്തി. വൈസ് പ്രസിഡന്റ് K പങ്കജാഷൻ, വെറ്റിനറി സർജൻ ഡോക്ടർ വിഷ്ണുപ്രിയ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ CP ജിഷ, TV മുന്താസ്, T രവീന്ദ്രൻ, M ചിത്ര, K ബാലൻ, M ശ്രീജ, VK സനീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.
സ്റ്റേഷനിൽ പരാതി പരിഹാരത്തിന് വന്നയാൾ കുഴഞ്ഞു വീണ് മരിച്ചു. ഇന്ന് രാവിലെ 11 മണിയോടെ ചക്കരക്കൽ പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. ന്യൂ മമ്പറം പവർലൂം മൊട്ട ബസ് സ്റ്റോപ്പിന് സമീപം അബ്ദുൾ ഹമീദിന്റെ മകൻ റദീഷാണ് മരിച്ചത്. കുഴഞ്ഞു വീണ ഉടനെ ഇരുവേരി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഇനിയൊരു ഇടവേളയ്ക്ക് മുമ്പായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ചൂഷണങ്ങൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് പി.കെ. ശ്രീമതി. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തണം, നിർഭയത്തോടെ ജോലി ചെയ്യാനുള്ള അവകാശത്തിനായി പോരാടണമെന്നും പി.കെ. ശ്രീമതി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണം ആവശ്യവുമായി അധ്യാപക പരിഷത്തിന്റെ നേതൃത്വത്തിൽ DDE ഓഫീസ് മാർച്ച്. അധ്യാപകരുടെ കവർന്നെടുത്ത അവകാശങ്ങൾ തിരിച്ചു നൽകണമെന്നും ആവശ്യം. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് ജനവിരുദ്ധ നയങ്ങൾ. പ്രതിഷേധവുമായി അൺഓർഗനൈസ്ഡ് വർക്ക്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി. രൂക്ഷമായ വിലക്കയറ്റത്തിൽ സർക്കാർ ഇടപെടുന്നില്ലെന്നും വിമർശനം. പറഞ്ഞ തുക മുഴുവനും ഉണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ആയി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. ഓണം വന്നേ, തിരുവോണം വന്നേ, പൂക്കൾ വിടർന്നേ, പൂമ്പാറ്റകൾ പറന്നേ, പൂവേ പൊലി പൂവേ പൊലി പൂവേ പൊലിയേ. ഓണം വന്നേ, തിരുവോണം വന്നേ, സന്തോഷം വിരിഞ്ഞേ സന്തോഷം. ഓണം വന്നേ, തിരുവോണം വന്നേ, പൂക്കൾ വിടർന്നേ, പൂമ്പാറ്റകൾ പറന്നേ,
വന്നേ പൂക്കൾ വിടർന്നേ പൂമ്പാറ്റകൾ പറന്നേ പൂവേ പൊലി പൂവേ പൊലിയേ ഓണമുണ്ടെങ്കിൽ സന്തോഷവുമുണ്ട്. ഓണമുണ്ടെങ്കിൽ ഓണക്കോടിയുമുണ്ട്. ലുലു സാരീസ് കോടിയുടുത്ത് ഓണം. ലുലു സാരീസ് കണ്ണൂർ, തലശ്ശേരി ആൻഡ് കുറ്റ്യാടി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. വാർത്തയിലേക്ക്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദേശീയ അധ്യാപക പരിഷത്തിന്റെ നേതൃത്വത്തിൽ അധ്യാപകർ കണ്ണൂർ DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് MT സുരേഷൻ ഉദ്ഘാടനം ചെയ്തു. മണിയടിക്കുന്നവർക്ക് വേണമെങ്കിൽ ചേരാം, അല്ലാതെ എല്ലാ ജീവനക്കാരും ഇത് കെട്ടിയേൽപ്പിക്കേണ്ട ഒരു പദ്ധതിയല്ല. യാതൊരു ഗുണവും ജീവനക്കാരന് ഇല്ലാന്ന് മാത്രമല്ല, ഒരു മാസം ഒരു വർഷം 6000 രൂപ നമ്മളിൽ നിന്ന് ഈടാക്കുകയും അതിൽ നിന്ന് ഏകദേശം ഒരു 500 ചില്ലാനം രൂപ കമ്മീഷൻ ഇനത്തിലേക്ക് സർക്കാർ ഫണ്ടിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയാണിത്. അതായത് ഇൻഷുറൻസ് കമ്പനിക്കെല്ലാം മുഴുവൻ പൈസയും പോകുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ ഈ ഒരു പദ്ധതിയിലൂടെ അതിൽ നിന്നും കൈയിട്ട് വാരുന്നൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് അധ്യാപകരും സർക്കാർ ജീവനക്കാരും അതിൽ നിന്ന് പിന്മാറുന്നുള്ളൊരു ഓപ്ഷൻ അനുവദിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഉച്ചക്കഞ്ഞി വിതരണം കാര്യക്ഷമമായി നടത്തുന്നതിനുള്ള ഫണ്ട് യഥാസമയം വിതരണം ചെയ്യുകയും കുടിശ്ശിക DA എത്രയും പെട്ടെന്ന് അനുവദിക്കുകയും അതിൻ്റെ കുടിശ്ശിക മുൻകാലങ്ങളിൽ തരേണ്ടുന്ന പൈസ PF ലയിപ്പിക്കാനുള്ളതായ സൗകര്യം ഉണ്ടാക്കുകയും. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, കേന്ദ്ര മാതൃകയിൽ പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക, അധ്യാപകരുടെ കവർന്നെടുത്ത അവകാശങ്ങൾ തിരിച്ചു നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് നടത്തിയത്. ജില്ലാ പ്രസിഡന്റ് മനോജ് മണ്ണേരി അധ്യക്ഷത വഹിച്ചു. C ഷാജി, CK രമേശൻ, M നാരായണൻ, MV ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. ക്ലിയർ എയർ ഫോർ ബ്ലൂ സ്കൈസ് അന്താരാഷ്ട്ര ദിനത്തോടനുബന്ധിച്ച് ജില്ലാ മെഡിക്കൽ ഓഫീസിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പീയൂഷ് M നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. ഇത് പ്രകൃതിയോട് ഇണങ്ങിയും സ്നേഹിച്ചും ജീവിക്കേണ്ട കാലമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. പ്രകൃതിക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കാലമായി പലയിടങ്ങളിലും നമ്മുടെ നാട്ടിൽ പല അസ്വസ്ഥതകളും. പ്രകൃതിയെ സ്നേഹിക്കുക എന്നുള്ളത് മനുഷ്യന്റെ ഭാവനാസമൃദ്ധമായ ചിന്താഗതിയാണ്. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ നിങ്ങളിൽ നീല നീല തെളിഞ്ഞ നീല ആകാശം പ്രകൃതി പരിശുദ്ധമായിരിക്കുക എന്നതിൻ്റെ ഒരു സൂചനയാണ് ഇതിൻ്റെ ഫലമായിട്ട് നമ്മൾ അതുകൊണ്ട് പിന്നെ ഇവിടെ നിർവഹിക്കുന്ന രേഖാർമ്മം സൈക്കിൾ ചവിട്ടുക അന്തരീക്ഷത്തിലുള്ള പൊല്യൂഷൻ കുറയ്ക്കുക എന്നൊരു ചിഹ്നമായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് പറഞ്ഞു. അപ്പം വിവിധ തരത്തിലുള്ളവരൊക്കെ മോട്ടോർസൈക്കിൾ വരാതെ നടന്നു വരിക അതൊരു വ്യായാമം കൂടിയാണ്. അപ്പോൾ അത് നമ്മൾ മറ്റൊന്നുമല്ല, റോഡിലുള്ള ഗതാഗതം കുറയ്ക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ വ്യായാമം അധികരിക്കുന്നത്. ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഡെപ്യൂട്ടി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രേഖ KT ദിനാചരണത്തിന്റെ പ്രാധാന്യം വിശദീകരിച്ചു. ശുദ്ധവായുവിനായി മാറ്റിവെക്കേണ്ട സമയം ഇതാണ് എന്നതാണ് ഈ വർഷത്തെ ദിനാചരണത്തിന്റെ പ്രമേയം. ദിനാചരണത്തിന്റെ പ്രാധാന്യം സൂചിപ്പിക്കുന്നതിനായി നീലവസ്ത്രം ധരിച്ചുകൊണ്ട് ജീവനക്കാർ ഓഫീസിൽ ഹാജരായി. വായുമലിനീകരണത്തെക്കുറിച്ചും പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതും ശുദ്ധവായുവിനായി മരങ്ങൾ വെച്ചുപിടിപ്പിക്കേണ്ടതും പ്രകൃതിയോട് ഇണങ്ങിയും സ്നേഹിച്ചും കൊണ്ടും ജീവിക്കേണ്ട കാലഘട്ടവുമാണ് ഇതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ പറഞ്ഞു. തുടർന്ന് ജീവനക്കാർ ദിനാചരണ പ്രതിജ്ഞയെടുത്തു. ആരോഗ്യവകുപ്പിന് കീഴിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ പ്രതിജ്ഞ ചൊല്ലിയും മരങ്ങൾ നട്ടും ക്യാമ്പയിനിൽ പങ്കാളികളായി. പൊതുയിടങ്ങളിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കത്തിക്കുന്നത് ഒഴിവാക്കുക, സ്വകാര്യ വാഹന ഉപയോഗം പരമാവധി ഒഴിവാക്കി പൊതുഗതാഗതം സംവിധാനം ശീലമാക്കുക, മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക, വായുമലിനീകരണം കുറയ്ക്കുന്നതിനായി ചെറിയ ദൂരത്തിലുള്ള വാഹനയാത്ര പരമാവധി ഒഴിവാക്കി കാൽനടയാത്ര ശീലമാക്കുക, സൈക്കിൾ സവാരി ശീലമാക്കുക, കാർ പൂളിംഗ് പോലെ ഒരു വാഹനം പരമാവധി പേർ പങ്കിട്ട് ഉപയോഗിക്കുക, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക, പാരമ്പര്യ ഊർജ്ജ ഉപയോഗം ശീലമാക്കുക, വൈദ്യുതി ഉപയോഗം കുറയ്ക്കുക, ഊർജ്ജക്ഷമതയുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുക, വീട്, സ്ഥാപനങ്ങളുടെ പരിസരങ്ങൾ, പൊതുയിടങ്ങൾ എന്നിവിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുക, തുപ്പുക, പുകവലിക്കുക എന്നിവ കർശനമായി ഒഴിവാക്കുക, മാലിന്യങ്ങൾ ഉറവിടങ്ങളിൽ തന്നെ തരംതിരിക്കുക, വായുമലിനീകരണമുള്ള സ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുന്നത് ശീലമാക്കുക, പ്രകൃതി സൗഹൃദ പ്രവർത്തനങ്ങൾ ജീവിതശൈലിയുടെ ഭാഗമാക്കുക എന്നീ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയും ക്യാമ്പയിനിൽ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും രൂക്ഷമായ വിലക്കയറ്റത്തിനുമെതിരെ അൺഓർഗനൈസ്ഡ് വർക്കേഴ്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. സംഘടന സംസ്ഥാന പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലം അടുത്തിരിക്കുക. സപ്ലൈകോയിൽ ഇവിടെ പറഞ്ഞതുപോലെ സാധനങ്ങളില്ലാതെന്ന് മാത്രമല്ല, സപ്ലൈകോയിലും അതോടൊപ്പം തന്നെ ഓണച്ചന്തകളും ഒക്കെ തുടങ്ങുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് അവർക്ക് നിത്യോപയോഗ സാധനങ്ങൾ വില കുറച്ച് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്.
പക്ഷെ കേരളത്തിലെ ഒരു മന്ത്രി പറയുന്നത് സാധനം കിട്ടിയ പോലെ വില നോക്കേണ്ടതുണ്ടോ എന്ന്. ഇങ്ങനെ പറയുന്ന ഒരു മന്ത്രി കേരളത്തിനകത്ത് ആദ്യമാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില ഓരോന്നിന്റെയും വില ബാണം പോലെ കുതിച്ചു വരുന്നു. മാർക്കറ്റിൽ ഇടപെടാൻ, പൊതുവിപണിയിൽ ഇടപെടാൻ സർക്കാർ തയ്യാറാകുന്നില്ല. ആ സർക്കാർ കരിഞ്ചന്തക്കാരുടെ കൂട്ടാളികളായി സർക്കാരും മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രതിഷേധം അതിശക്തമായി ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. എല്ലാ മേഖലയും തകർച്ചയാണ്. ഏത് മേഖല എടുത്ത് പരിശോധിക്കുമ്പോഴും തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം, തൊഴിൽ മേഖലയിൽ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ രൂപത്തിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നില്ല, പെൻഷൻ കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ മുമ്പിലുണ്ട്. അതോടൊപ്പം തന്നെ വിലക്കയറ്റം ഒരു ഭാഗത്ത് നിൽക്കുന്നു. ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, ആശുപത്രികളിലും കൃത്യമായി മരുന്നില്ല, സംവിധാനങ്ങളില്ല. അങ്ങനെ എല്ലാ മേഖലയിലും കുത്തഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ജീവിക്കാൻ പോലും സാധിക്കാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകുന്ന പിണറായി സർക്കാരിന്റെ ഈ നയത്തിനെതിരായുള്ള വലിയ പ്രതിഷേധം എല്ലാ മേഖലയും ഉയർന്നു വരികയാണ്. ജില്ലാ പ്രസിഡന്റ് നൌഷാദ് ബ്ലാത്തൂർ അധ്യക്ഷനായി. മൈനോറിറ്റി കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് NR മായൻ, NV നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്. അഴീക്കോട് വായ്പറമ്പ് ചാലിൽ നിതിൻ പീറ്റ കൃഷി ചെയ്ത ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് കർണാടകത്തിൽ നിന്ന് രാവിലെ കണ്ണൂർ മാർക്കറ്റിൽ പടുകൂറ്റൻ ലോറികൾ വന്നിറങ്ങിയില്ലെങ്കിൽ കല്യാണത്തിന് ഭക്തി കൊടുക്കാൻ പറ്റൂല, മാരിടാൻ പറ്റൂല, ഒന്നും പറ്റില്ല. ഇതാണ് നമ്മുടെ സാഹചര്യം. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള പൂക്കളിലേക്ക് തിരിച്ചു വരണം. അവിടെ സൗന്ദര്യമുണ്ട്, സുഗന്ധമുണ്ട്, നിറവുണ്ട്. അത് വിഷലിപ്തമേ അല്ല, വിഷരഹിതമായ ഒരു പ്രകൃതിയുടെ താതാത്മ്യം പ്രാപിച്ചിട്ടുള്ള സൃഷ്ടികൾ, അനശ്വരമായ സൃഷ്ടികളാണ് ഈ നിറവും പൂക്കളും. അത് നശിപ്പിക്കാൻ വേദ സാധിക്കും. ഇപ്പോഴും പൂക്കളെപ്പോലെ നിഷ്കളങ്കരാവുക, പൂക്കളെപ്പോലെ പുഞ്ചിരിക്കുക, പൂക്കളെപ്പോലെ സൗന്ദര്യവും സുഗന്ധവും പ്രകാശിതമാക്കുന്ന മനസ്സുണ്ടാവുക. അതാണ് പ്രകൃതിയെ സ്നേഹിക്കുമ്പോൾ നിങ്ങൾക്ക് എനിക്കുണ്ടായത്. അതാണ് ഇവിടെ ദൃശ്യമായി കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഇത് തീർച്ചയായും അവിടെ എൻ്റെ പ്രിയപ്പെട്ട ആത്മബന്ധുവായ സുമേഷിൻ്റെ മണ്ഡലത്തിൽ, അഴീക്കോട് ഗ്രാമത്തിൽ നല്ല ആ ഗ്രാമീണ ജീവിതത്തിൻ്റെ ഹൃദയം. അതാണ് ലോകാരാധ്യനായ രാഷ്ട്രപിതാവ് പറഞ്ഞത്, യുവാക്കൾ ഗ്രാമങ്ങളിലേക്ക് തിരിക്കണം. ഗ്രാമങ്ങളിലാണ് ഇന്ത്യ ജീവിക്കുന്നത്. ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. അവിടെയാണ് മനുഷ്യപ്രകൃതി ഭക്ഷ്യ സമാഹിക്കുന്നത്. KV സുമേഷ് MLA അധ്യക്ഷത വഹിച്ചു. സ്റ്റേറ്റ് ഹോർട്ടികൾച്ചറൽ മിഷന്റെ സാമ്പത്തിക സഹായത്തോടെ അഴീക്കോട് പഞ്ചായത്ത് കൃഷിഭവന്റെ സഹകരണത്തോടെയാണ് 40 സെന്റ് സ്ഥലത്ത് ഓറഞ്ച്, മഞ്ഞ എന്നിവയുടെ 10,000-ഓളം ചെണ്ടുമല്ലി തൈകൾ നട്ടത്. ചടങ്ങിൽ അഴീക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് K അജീഷ്, വൈസ് പ്രസിഡന്റ് A റീന, വാർഡ് അംഗം PV ഹൈമ, അഴീക്കോട് പഞ്ചായത്ത് കൃഷി ഓഫീസർ EM റമീസ എന്നിവർ സംസാരിച്ചു. ഇനി സ്വർണം വെള്ളി നിരക്ക്. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണം ഗ്രാമിന് 6,680 രൂപ, പവന് 53,440 രൂപ, വെള്ളി 89 രൂപ. കാലാവസ്ഥ. സംസ്ഥാനത്ത് നാളെ മുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് സംസ്ഥാനത്ത് ഞായറാഴ്ച കൂടുതൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത്. ജാഗ്രതയുടെ ഭാഗമായി കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മാത്രമാണ് ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നത്. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ചൂഷണങ്ങൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് PK ശ്രീമതി. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തണം, നിർഭയത്തോടെ ജോലി ചെയ്യാനുള്ള അവകാശത്തിനായി പോരാടണമെന്നും PK ശ്രീമതി. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണം ആവശ്യവുമായി അധ്യാപക പരിഷത്തിന്റെ നേതൃത്വത്തിൽ DDE ഓഫീസ് മാർച്ച്. അധ്യാപകരുടെ കവർന്നെടുത്ത അവകാശങ്ങൾ തിരിച്ചു നൽകണമെന്നും ആവശ്യം. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നത് ജനവിരുദ്ധ നയങ്ങൾ, പ്രതിഷേധവുമായി അൺഓർഗനൈസ്ഡ് വർക്ക്സ് ആൻഡ് എംപ്ലോയീസ് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി. രൂക്ഷമായ വിലക്കയറ്റത്തിൽ സർക്കാർ ഇടപെടുന്നില്ലെന്നും വിമർശനം. ഇതോടെ ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.